ധന്യനായ കർത്താവിന് മഹത്വം. എല്ലാവർക്കും പ്രഭാതവന്ദനം. പത്രോസിൻ്റെ ഒന്നാം പുസ്തകം അതിൻ്റെ 3-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു: കർത്താവിൻ്റെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ പ്രാർത്ഥനയ്ക്കും തുറന്നിരിക്കുന്നു. അപ്പോൾ കർത്താവിൻ്റെ കണ്ണ് എവിടെ ഇരിക്കുന്നു? നീതിമാന്മാരുടെ മേലിരിക്കുന്നു. കൃപയാൽ ക്രിസ്തുയേശുവിൻ്റെ രക്തത്താൽ ആത്മപാതാളത്തിൽ കിടന്ന പാപത്തിൻ്റെ ആഴങ്ങളിൽ പാപത്തെ വെള്ളം പോലെ കുടിച്ചുകൊണ്ടിരുന്ന ജനവിഭാഗത്തിൽ നിന്ന് കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട്, അല്ലെങ്കിൽ തൻ്റെ പുത്രൻ്റെ രക്തത്തിൽ കൂടെ പിതാവാം ദൈവം നമ്മളെ നീതീകരിച്ചു നീതിമാന്മാർ. അപ്പം കർത്താവിൻ്റെ കണ്ണ് എവിടെയുണ്ട്? നീതിമാന്മാരുടെ മേലുണ്ട്. അവൻ്റെ ചെവി അവരുടെ പ്രാർത്ഥനയ്ക്ക് തുറന്നിരിക്കുന്നു എന്നാണ് തിരുവചനത്തിൽ വായിക്കുന്നത്. അപ്പോൾ അതിന് മുന്നോട്ടുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ സങ്കീർത്തനത്തിൽ നിന്ന് കോട്ട് ചെയ്തിരിക്കുന്ന ദാവീദിൻ്റെ സങ്കീർത്തനം, ദാവീദ് പരിശുദ്ധാത്മാവിൻ്റെ ജീവിതാനുഭവത്തെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ഭാഗമാണത്. അപ്പോൾ അതിന് മുമ്പ് ചില വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, ദോഷം ചെയ്യാതെ നാവിനെയും വ്യാജം പറയാതെ അതിരത്തെയും അടക്കിക്കൊള്ളണം എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നാവ് എന്ത് ചെയ്യും? വലിയ ദോഷം ചെയ്യുന്ന ഒന്നാണ് നാവ്. ഈ നാവ് ദൈവത്തെ സ്തുതിക്കുവാനും സ്തോത്രം ചെയ്യുവാനുമായി, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ശരീരത്തിൽ മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണത്തെ, അതിൻ്റെ രുചികളെ, അതിൻ്റെ ഏതെല്ലാം തരത്തിലുള്ള ഭക്ഷണമാണ് കഴിക്കുന്നതെന്ന് ഗ്രഹിക്കുവാനും തലച്ചോറിന് മനസ്സിലാക്കുവാനും വേണ്ടിയുള്ള മുകുളങ്ങളുമായി, രസമുകുളങ്ങളുമായി ഈ നാവിനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ചില മനുഷ്യരുടെ ജീവിതത്തിൻ്റെ പെരുമാറ്റം കള്ളം പറയാൻ മാത്രം, വ്യാജം പറയാൻ മാത്രമായിട്ടാണ് ഇത് അവർക്ക് കൊടുത്തിരിക്കുന്നതെന്നാണ് അവരുടെ ചിന്ത. അല്ലെങ്കിൽ ദോഷം ചെയ്യാൻ മാത്രം ഒരു നാവ് വരുത്തി തീർക്കുന്ന ദോഷം കുടുംബങ്ങളെ തകർക്കാറുണ്ട്, രാജ്യങ്ങളെ തകർക്കാറുണ്ട്, ലോക മഹായുദ്ധങ്ങൾ വരുത്തി തീർക്കാറുണ്ട്, വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകാം. അതുകൊണ്ടാണ് തിരുവചനത്തിൽ തന്നെ നാവ് വലിയ കാട് കത്തിക്കുന്നു. അപ്പോൾ നാവ് കൊണ്ട് എന്തുണ്ടാകും? ദോഷമുണ്ടാകുന്നുണ്ട്. നാവ് കൊണ്ട് എന്തുണ്ട്? വ്യാജം പറയാറുണ്ട്. ദൈവത്തിൻ്റെ പൈതൽ ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തിന് സ്തോത്രം ചെയ്യും, ദൈവം തന്ന നന്മകളെ, ഭോജ്യങ്ങളെ സ്തോത്രം പറഞ്ഞ് നന്നായി രുചികരമായി അതിനെ ഭക്ഷിക്കുവാനും നാവിനെ തന്നിരിക്കുമ്പോൾ, ആ നാവ് കൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല? വ്യാജം പറയാൻ പാടില്ല. നാവ് കൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല? ദോഷം ചെയ്യാൻ പാടില്ല. ഇങ്ങനെയുള്ള വ്യക്തിയെക്കുറിച്ച് താഴേക്ക് പോകുമ്പോൾ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി, ദൈവം ആരാണ് നീതിമാന്മാർ? യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടത് കൊണ്ട് മാത്രം നമ്മൾ നീതിമാന്മാരായിത്തീർന്നിരിക്കുന്നു ദൈവത്തിൻ്റെ നിയമപ്രകാരം. പക്ഷെ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ ആരായിത്തീരണം? അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന, ദൈവത്തിൻ്റെ കണ്ണ് എങ്ങനെ ഇരിക്കുന്നു? ദൈവത്തിൻ്റെ കണ്ണ് നീതിമാന്മാരുടെ മേല. അവൻ്റെ ചെവി അവിടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി തുറന്നിരിക്കുന്നു എന്നാണ്. നീതീകരിക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ തൻ്റെ പുത്രൻ്റെ രക്തത്താൽ, യേശു കർത്താവിൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. നോ ഡൗട്ട് അറ്റ് ഓൾ. നിശ്ചയമായിട്ട് നീതീകരിക്കപ്പെട്ടത്. അതിന് ഈ ലോകത്തിൽ, 3 ലോകത്തിലും അതിന് യാതൊരു മാറ്റമില്ലാത്തൊരു വസ്തുത. പക്ഷെ നമ്മൾ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കണമെങ്കിൽ, ദൈവത്തിൻ്റെ കണ്ണ് നമ്മുടെ മേൽ ഇരിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം? നീതിയുള്ളവരായിട്ട്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ നാവ് കൊണ്ട് ദോഷം ചെയ്യാൻ പാടില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് വ്യക്തതയില്ലാത്ത ഒരു കാര്യം, അല്ലെങ്കിൽ അടുത്തൊരു വ്യക്തിക്ക് വേദന വരുത്തുന്ന ഒരു വിഷയമെങ്കിൽ, അടുത്തൊരു വ്യക്തിക്ക് തകർച്ച വരുത്തുന്ന ഒരു വിഷയമെങ്കിൽ, ഒരു കുടുംബത്തിന് തകർച്ച വരുത്തുന്ന ഒരു വിഷയമെങ്കിൽ നിശബ്ദമായിരുന്നു കൊള്ളണം. അതാണ് ഒരു നീതിയുള്ള ദൈവത്തിൻ്റെ പൈതലിൻ്റെ നീതിയെ അവൻ വെളിപ്പെടുത്തുക എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ പൈതലെ തകർക്കുവാനല്ല നാവ് ഉപയോഗിക്കേണ്ടത്, ദോഷം ചെയ്യുവാനല്ല നാവ് ഉപയോഗിക്കേണ്ടത്. വ്യാജം പറഞ്ഞ് നിഷ്കളങ്കമായി, ഞാനൊരു കാര്യം നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് എന്നിൽ വിശ്വാസമുള്ളതുകൊണ്ട് ഞാനത് അസത്യം പറഞ്ഞാലും നിങ്ങൾ എന്ത് ചെയ്യുന്നു? വിശ്വസിക്കുന്നു. അതേപോലെ തിരിച്ചും നിങ്ങൾ എന്നോട് പറയുന്ന ഒരു വാക്ക് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എന്താണ്? ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നു. പക്ഷേ അത് വ്യാജമായി തീരുമ്പോൾ അവിടെ വലിയൊരു എറർ, വലിയൊരു പാപം, വലിയൊരു തെറ്റ് അവിടെ സംഭവിക്കുന്നു. അതാണ് കർത്താവ് പറഞ്ഞത്, നീതിമാന്മാരുടെ മേൽ എൻ്റെ കണ്ണെപ്പോഴും ഉണ്ട്, എൻ്റെ ചെവി എപ്പോഴും നീതിയുള്ളവൻ്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി തുറന്നിരിക്കുന്നു. നമ്മുടെ പ്രാർത്ഥന എപ്രകാരമുണ്ട്? ദോഷം ചെയ്യുന്ന അതരം കൊണ്ടാണോ നാം പ്രാർത്ഥിക്കുന്നത്? വ്യാജം പറയുന്ന അതരം കൊണ്ടാണോ നാം ദൈവത്തിന് സ്തോത്രം കരയറ്റുന്നത്? അങ്ങനെയെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്യേണ്ട ആവശ്യമായിരിക്കുന്നു. കാരണം ആ വലിയ രക്തമാണ് നമുക്ക് വേണ്ടി നമ്മളെ നീതിമാന്മാരുടെ പട്ടികയിലേക്ക്, ആ പുസ്തകത്തിലേക്ക് നമ്മുടെ പേരെഴുതുമ്പോൾ ദൈവം നമുക്ക് വില കൊടുക്കാതെ, നമ്മൾ വില കൊടുക്കാതെ, അർഹിക്കാത്തടുത്ത് കൃപ ചൊരിഞ്ഞ് പുത്രൻ്റെ രക്തം കൊണ്ട് നമ്മളെ വീണ്ടെടുത്ത് നീതിമാൻ, നീതിമതി എന്നുള്ള പേര് തന്ന് നമ്മളെ ആക്കിയിരിക്കുന്ന ഒരു ആലങ്കാരികമായ ഒരു വസ്തുവായിട്ടല്ല ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ നാവിനെ കൊണ്ട് ദോഷം ചെയ്യാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്.
നമ്മുടെ ആദരം കൊണ്ട് വ്യാജം പറയാതെ സൂക്ഷിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നത് ആ വ്യക്തിയിൽ അന്തർലീനമായിരിക്കുന്ന, അല്ലെങ്കിൽ ആ വ്യക്തി മാത്രം ചെയ്യേണ്ട ഒരു കാര്യമാണ്, തീരുമാനിക്കേണ്ട ഒരു കാര്യമാണത്. ഞാൻ വ്യാജം പറയുകയില്ല, എൻ്റെ നാവ് കൊണ്ട് ഞാൻ ദോഷം ചെയ്യുകയില്ല, എൻ്റെ ഒരു വാക്ക് വേറൊരു വ്യക്തിക്ക് മുറിവേൽക്കുവാൻ ഒരിക്കലും ഇടയാകല്ലേ. ഞാനൊരു കള്ളം പറയുന്നത് കൊണ്ട് എൻ്റെ സഹോദരനെയോ സഹോദരിയോ പിതാവിനെയോ മാതാവിനെയോ ആരെയും എനിക്ക് ചതിക്കുവാൻ പാടില്ല. ദൈവസന്നിധിയിൽ നീതിയല്ല, കാരണം എന്നെ ദൈവ നീതിമാന്മാരുടെ പട്ടികയിൽ പെടുത്തിരിക്കുക. എനിക്കെന്ന പ്രിവിലേജ് ദൈവം എനിക്ക് ദാനമായി തന്നത്. ഞാൻ ആരാണെന്ന് ദൈവം എന്നെ യോഗ്യയാക്കി തീർത്ത ദൈവത്തിൻ്റെ വിശ്വസ്തതയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ദൈവം പറയുന്നത് പോലെ ജീവിച്ച് ഞാൻ കർത്താവിനോടുകൂടെ ചേർക്കപ്പെടുമെന്നുള്ള തീരുമാനം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എടുക്കുവാൻ ഈ വചനം മൂലം കർത്താവ് നമ്മളെ സഹായിക്കട്ടെ.